2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ നമുക്കിന്ന് ടെൻഡേഡ് വോട്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ടെൻഡേഡ് വോട്ട് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് ഒരു പോളിംഗ് ബൂത്തിൽ നടക്കുന്ന സാധാരണ നോർമൽ വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ആദ്യം പറയാം. അതായത് ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു വരികയാണ്. പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ രേഖകൾ പരിശോധിച്ചതിൽ, വോട്ടർ പട്ടിക പരിശോധിച്ചതിൽ അദ്ദേഹം ആ പോളിംഗ് ബൂത്തിലെ വോട്ടറാണ് എന്ന് ബോധ്യപ്പെടുകയും 17A രജിസ്റ്ററിൽ വേണ്ട രേഖപ്പെടുത്തലുകൾ വരുത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാധാരണ നോർമൽ പ്രക്രിയ. എന്നാൽ ടെൻഡേഡ് വോട്ട് എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ പോളിംഗ് ബൂത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഡേഡ് വോട്ടിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം. ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ രേഖകൾ പരിശോധിച്ചതിൽ അദ്ദേഹം ആ പോളിംഗ് ബൂത്തിലെ വോട്ടറാണ് എന്നും അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതാണ് എന്നും മനസ്സിലാകുന്നു, ബോധ്യപ്പെടുന്നു. എന്നാൽ ഈ വോട്ടർ കടന്നു വരുമ്പോൾ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് നേരത്തെ ചെയ്തിട്ടുള്ളതായി കാണുന്നു. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നോർമലായി ഒരു വോട്ട് ചെയ്യുക സാധ്യമല്ല. അതായത് 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ ഒരു നോർമൽ വോട്ട് രേഖപ്പെടുത്തുക ഇലക്ഷൻ നിയമപ്രകാരം സാധ്യമല്ല. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു സംവിധാനം ടെൻഡർ വോട്ട് എന്നുള്ള ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതിന് അനുവദിക്കാൻ ഇലക്ഷൻ നിയമപ്രകാരം വ്യവസ്ഥയുണ്ട്. അതായത് ഇത്തരത്തിൽ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിപ്പോയ കേസിൽ യഥാർത്ഥ വോട്ടർ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ടെൻഡർ വോട്ടിംഗ് സംവിധാനത്തിലൂടെ വോട്ട് രേഖപ്പെടുത്താൻ അനുവദിക്കുന്നു. അതിനുവേണ്ടി എല്ലാ പോളിംഗ് ബൂത്തിലേക്കും 20 ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതാണ്. അതിൽ ഒരു ടെൻഡേഡ് ബാലറ്റ് പേപ്പറിൻ്റെ മറുവശത്ത് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്ന് രേഖപ്പെടുത്തി 17A രജിസ്റ്ററിന് പകരം 17B എന്ന ഫോമിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ടെൻഡേഡ് ബാലറ്റിൽ ആരോ ക്രോസ് മാർക്ക് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തി അത് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ള കവറിലിട്ട് പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചേൽപ്പിച്ച് അത് വൈകുന്നേരം ഇലക്ഷൻ കഴിഞ്ഞു റസീദ് ബാക്കി കേന്ദ്രത്തിൽ തിരിച്ചേൽപ്പിക്കുക. അതാണ് ടെൻഡേഡ് ബാലറ്റിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. എന്നാൽ സാധാരണ വോട്ടെണ്ണൽ പ്രക്രിയയിൽ ടെൻഡേഡ് വോട്ടുകൾ എണ്ണാറില്ല. എന്നാൽ കോടതിയുടെയോ ഇലക്ഷൻ കമ്മീഷൻ്റെയോ നിർദ്ദേശപ്രകാരം ഈ ടെൻഡേഡ് വോട്ടുകളും എണ്ണുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതാണ് ടെൻഡേഡ് ബാലറ്റിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്.